أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ അതിലെ 54 മുതൽ 56 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സന്തതികൾക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എത്രമേൽ അനുഗ്രഹങ്ങളാണ് ആ ജനതകൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു وَإِذْ قَالَ مُوسَى لِقَوْمِهِ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞ സന്ദർഭം നിങ്ങളത് ഓർക്കും. ഇന്നക്കും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല. എൻ്റെ ജനമേ, എൻ്റെ സമുദായമേ, പശുക്കിടാവിനെ ദൈവമാക്കി ദൈവമാക്കിയതിലൂടെ നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടും ക്രൂരത കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളുടെ സൃഷ്ടാവിനോട് തന്നെ നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ചരിത്രം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പോവുകയാണ്. തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ജനതയുടെ പ്രതിനിധിയായി ജനങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. 40 ദിവസത്തെ വ്രതത്തിനു ശേഷം തൗറാത്തിന്റെ ഫലകവും അള്ളാഹു നൽകിയതുമായി വാങ്ങിച്ചുകൊണ്ട് തന്റെ ജനതയിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ ജനങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ജനങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആ പശുക്കുട്ടിയെ ആരാധിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട് കോപാന്തനായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ പ്രയാസപ്പെട്ടു. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു ജനത താൻ അവരിക്കൽ നിന്നും 40 ദിവസം മാറി നിന്നപ്പോ ഇവരിത്രമേൽ അധപ്പതിച്ചു കളഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ വിഷമിക്കുകയുണ്ടായി. അപ്പോൾ തന്റെ ജനതയോട് പറഞ്ഞു, ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങൾ ഈ ചെയ്തത് വലിയ അക്രമമാണ് കേട്ടോ. നിങ്ങൾ അള്ളാഹുവിന് പകരം പശുക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ ആരാധിച്ചത് വലിയ അക്രമം, വലിയ ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ പടച്ചവനോട് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങി, ഖേദിച്ചു മടങ്ങി എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു.
അപ്പോൾ അവരുടെ പശ്ചാത്താപത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച മാർഗം എന്താണ്? പശ്ചാത്താപത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച മാർഗം ഫഖ്തുലു അൻഫുസകും. ഈ തെറ്റ് ചെയ്ത ആളുകളെ എന്ത് ചെയ്തു കൊള്ളണം? വധിക്കണം. ഈ പശുക്കുട്ടിയെ ആരാധിച്ച ആളുകളെ, ആരാധിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? വധിക്കണം. ഫഖ്തുലു അൻഫുസകും. നിങ്ങൾ നിങ്ങളെ തന്നെ ഹനിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയുക എന്നുള്ളതായിരുന്നു അവരുടെ പശ്ചാത്താപം. ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും. അതാണ് നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത്. നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങി എങ്കിൽ ഫതാബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിക്കും. നോക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അല്ലാഹു തആല ചെയ്തുതന്ന ഏറ്റവും വലിയ നിഅമത്താണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുടെ ഒരു വിഭാഗം ആളുകൾ പശുക്കുട്ടിയെ ആരാധിച്ച് അല്ലാഹുവിൽ നിന്ന് മാറിയപ്പോ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു വെച്ച മാർഗം എന്താണ്? അവരെ തമ്മിൽ എന്ത് ചെയ്യുക? കൊല ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്തു? പശുക്കുട്ടിയെ ആരാധിക്കാത്ത ആളുകൾ വാളെടുത്ത് പശുക്കുട്ടിയെ ആരാധിച്ച ആളുകളെ വെട്ടാൻ തുടങ്ങി. ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ, ഒന്നും രണ്ടും ഒന്നും അല്ല. 70,000 ആളുകളെ അങ്ങനെ കൊന്നുകളഞ്ഞു. 70,000 ആളുകളെ. അപ്പൊ 70,000 ആളുകൾ പശുക്കുട്ടി, അള്ളാഹുവിനെ കൂടാതെ പശുക്കുട്ടിയെ ആരാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 70,000 ആളുകളെ വധിച്ചു. ഇത് കണ്ടപ്പോ കുറച്ച് ആളുകൾ മാത്രമാണ് ബാക്കിയായത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കേണു. അള്ളാഹുവിനോട് വലിയ ദുഃഖഭാരത്താൽ, വിഷമത്താൽ തന്റെ ജനതകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കേണരുളി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹീ അറിയിച്ചു, മാ യഹ്സുനക, താങ്കളെ വല്ലാതെ ദുഃഖിപ്പിച്ചുവല്ലേ, താങ്കൾ ദുഃഖിക്കണ്ട കേട്ടോ, താങ്കളുടെ പ്രയാസം ഞാനിപ്പം മാറ്റിത്തരാം. അമ്മാമൻ ഖതല മിൻഹും ഫഹയ്യുൻ ഇൻദി യുർസഖ്. അവർ കൊന്നുകളഞ്ഞ ആളുകൾ പശ്ചാത്താപത്തിന്റെ പേരിലാണല്ലോ, പശ്ചാത്തപിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണല്ലോ അവർ നടപ്പിലാക്കിയത്. അങ്ങ് പേടിക്കണ്ട, അവർ എന്റെ അടുക്കൽ ജീവനോടെ ഇരിക്കുകയാണ്, അവർക്ക് ഞാൻ ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അതുകൊണ്ട് അങ്ങ് പേടിക്കണ്ട, അങ്ങ് വിഷമിക്കണ്ട കേട്ടോ, അങ്ങ് പ്രയാസപ്പെടണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയിപ്പ് കൊടുക്കുകയുണ്ടായി. ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലമ്മാ റജഅ മൂസ ഇലാ ഖൗമിഹി വ അഹ്റഖൽ ഇജ്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വന്നിട്ട് ആ പശുക്കുട്ടിയെ എടുത്ത് തീയിലേക്ക് എറിയുകയും എന്നിട്ട് കരിച്ച് ദൂരേക്ക് മാറ്റിക്കളയുകയും ചെയ്തു. പിന്നീട് ആ പശുക്കുട്ടിയെ കാണാൻ ആ ജനങ്ങളുടെ പിന്നീട് ശേഷിക്കുന്ന ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി, കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഓർമ്മ വരും, നമ്മുടെ പൂർവികന്മാർ ചെയ്യുന്നത് ഓർമ്മ വരും, അങ്ങനെ കരിച്ച് ദൂരേക്ക് കളയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞതാണ്, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാണ്. നോക്കൂ, ഒരു സമൂഹം അവർ തെറ്റ് ചെയ്തപ്പോൾ ഏറ്റവും വലിയ കഠിനമായ ക്രൂരത അവരോട് തന്നെ അവർ ചെയ്തപ്പോൾ അവർക്ക് അല്ലാഹു കൊടുത്ത പണിഷ്മെന്റ് വളരെ വലുതാണ്. രണ്ടാമത്തത്, വഇദ് ഖുൽതും യാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ജനത പറഞ്ഞ സന്ദർഭം, അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത എന്ന് പറയുമ്പോൾ ഹുവ സബഊന അല്ലദീന ഇഖ്താറഹും മൂസ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവുമായിട്ട് സംഭാഷണം നടത്തുന്നത് ഒന്ന് കാണണം, ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളിൽ നിന്നും 70 ആളുകളെ തെരഞ്ഞെടുത്ത് ഈ 70 ആളുകളെയും കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ അടുക്കലേക്ക്, അഥവാ പൂർസിന പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നേരിട്ട് സംസാരിക്കുന്ന സംസാരമൊക്കെ അവർ കേട്ടു, പക്ഷേ അല്ലാഹയെ അവർ കണ്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് പറഞ്ഞു അത്രേ, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ
ജഹ്റാ. മൂസ സംസാരിച്ചതൊക്കെ ഞങ്ങൾ കേട്ടു, പക്ഷേ നിന്റെ അള്ളാഹെ ഞങ്ങൾ നേരിട്ട് സ്പഷ്ടമായി കാണാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നോക്കണേ, അവരുടെ അഹങ്കാരം നോക്കണേ. സ്പഷ്ടമായി ഞങ്ങൾക്ക് റബ്ബിനെ കാണാതെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ. ഇത് പറഞ്ഞു തീർന്നപ്പോ വലിയൊരു ഘോര ശബ്ദം, ഘോര ഗർജനം അവരെ പിടികൂടി. അങ്ങനെ മുഴുവൻ ആളുകളും അവിടേക്ക് മരിച്ചു വീഴുകയാണ്. ഈ 70 ആളുകളും മരണപ്പെട്ട് താഴേക്ക് വീഴുകയാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, വഅൻതും തൻദുറൂൻ, നിങ്ങളത് കണ്ടതല്ലേ, നിങ്ങൾ നോക്കി നിൽക്കുകയാണല്ലോ. ആ സംസാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവുമായിട്ട് സംസാരിച്ചത്. പിന്നെ എന്തിനാണ് നിങ്ങൾ അധിക പ്രസംഗം നടത്തിയത്? അല്ലാഹയെ നേരിട്ട് കണ്ടാലേ, സ്പഷ്ടമായിട്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പിന്നെ എന്തിനാണ് പറഞ്ഞത്? പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 70 ആളുകളെയും സുമ്മ ബഅത്നാഹും മിൻ ബഅദി മൗതിക്കും, പിന്നീട് അല്ലാഹു ആ 70 ആളുകളെയും അല്ലാഹു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അല്ലാഹു ജീവിതത്തിലേക്ക് പിന്നീട് അല്ലാഹു തആല അവരെ വീണ്ടും പുനർജനിപ്പിച്ചു. അല്ലാഹു വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് ജനങ്ങൾ കാണുകയാണ്, ഇത് ആളുകൾ കാണുകയാണ്. എന്തിനു വേണ്ടിയാണ്? സുമ്മ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ പടച്ചറപ്പിന് നിഅമത്ത് ശുക്ർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, നന്ദിയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോ അവര് അല്ലാഹയെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മൂസാ നബിക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. ഖറ മൂസ സൈഖ മുമ്പായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചു, അല്ലാഹുവേ നിന്നെ ഒന്ന് നേരിട്ടൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം, എന്റെ കണ്ണുകൊണ്ട് കാണണം. അല്ലാഹു തആല പറഞ്ഞു, ഇല്ല മൂസ, കാണാൻ കഴിയില്ല. അത്ര വലിയ ആഗ്രഹമാണെങ്കിൽ ദാ അങ്ങ് കാണുന്ന മലയിലേക്ക് അങ്ങ് ശ്രദ്ധിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ നൂറ തജല്ലിയാത്ത് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം താഴേക്ക് ബോധം കെട്ട് താഴേക്ക് വീണുപോയി. ആ പർവ്വതം തകിടുപൊടിയാവുകയും ചെയ്തു, ധൂളിയായി തകിടുപൊടിയാവുകയും ചെയ്തു. വഖറ മൂസ സഇഖ. ഇത് കണ്ട് മൂസാ നബി അലൈഹി സ്വലാം ബോധം കെട്ട് താഴേക്ക് വീണു. ഈ അനുഭവം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. അപ്പൊ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ആവശ്യപ്പെടരുത് കേട്ടോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഇല്ല, നിങ്ങൾ നേരിട്ട് കാണാതെ ഞങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെയാണ് അവർക്ക് ഘോര ഗർജനം പിടികൂടുകയും അവരൊക്കെ മരിച്ചു വീഴുകയും പിന്നീട് ദൃഷ്ടാന്തം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിപ്പിക്കുകയും ചെയ്തു. അവർ 70 ആളുകളാണ്. അവർ നേരിട്ട് സ്പഷ്ടമായി കണ്ട ആളുകളാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിൽ, ഇത്രമേൽ നിഅമത്തുകൾ കിട്ടിയ വേറെ ഒരു സമൂഹം ഭൂമി ലോകത്തിലില്ല. അതാണ് ഒന്ന്, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ കണ്ടവരാണ്, പ്രവാചകന്മാരെ നേരിട്ട് കണ്ടവരാണവർ. എത്ര പ്രവാചകന്മാർ! പിന്നെയോ അസാധ്യം എന്ന്, അത്ഭുതം എന്ന് കാണപ്പെടുന്ന പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൈക്കുമ്പിളിലേക്ക് അല്ലാഹു വെച്ചു കൊടുത്തു. ഇതെല്ലാം നിഅമത്തുകളല്ലേ. എന്നിട്ട് അവരെന്താ ചെയ്തത്? അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണ് ചെയ്തത്. ഇതാണ് ജൂതന്മാരുടെ പാരമ്പര്യം. അങ്ങ് ചെല്ലുമ്പോൾ മോളോട്ട് ചെല്ലുമ്പോൾ അവരുടെ പാരമ്പര്യം ഇങ്ങനെയുള്ള പാരമ്പര്യമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്, അല്ലാഹുവിനെ കാണാതെ, പ്രവാചകനെ കാണാതെ, സിഫാത്തുകൾ, അഫ്ആലുകൾ നമ്മൾ കേട്ട് അത് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കുകയും ആ വിശ്വാസധാരയുമായി മരിക്കുന്ന സമയം വരെ നിലനിൽക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് അശ്രാന്ത പരിശ്രമം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. നഊദു ബില്ലാഹ്, അതിലൊന്നും പെട്ടുപോകാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. എപ്പോഴും റബ്ബിനോട് നമ്മൾ ചോദിക്കണം, മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഅ സഖ്തിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹ്, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്ത് അതും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന്, ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിന്, അല്ലാഹുവേ തന്ന നിഅമത്ത് നഷ്ടപ്പെടുന്നതിന്
അതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ഈ ഹിദായത്താകുന്ന നിഅമത്താണ്. ആ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെപ്പോഴും റബ്ബിനോട് ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك